അബ്രഹാമിനെയും സാറയെയും ദൈവം ഒന്നിപ്പിച്ച പോലെ യുവത്വം മുതൽ വിശുദ്ധിയുള്ള കുടുംബത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങിയ രണ്ടുപേരെ ദൈവം സമയത്തിന്റെ പൂർത്തിയിൽ വിവാഹം എന്ന കൂദാശയിൽ ഒന്നിപ്പിച്ചു. ഈ കുടുംബത്തിന്റെ അനുഭവ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ ക്രിബ് ഓഫ് ലൈഫിൽ. ഞാൻ അനുമോദ് കാക്കശ്ശേരി, ആയുർവേദ ഡോക്ടറാണ്. സ്വന്തമായിട്ട് ഇപ്പോൾ തൃശ്ശൂർ പറവട്ടാനിയിൽ സ്വന്തമായിട്ട് ക്ലിനിക്ക് നടത്തുന്നു. എൻ്റെ ഭാര്യ ഡോക്ടർ പ്രിയ അവിടെ തന്നെ ഞങ്ങളുടെ സ്വന്തം ക്ലിനിക്കിൽ തന്നെ സ്ത്രീരോഗ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഇത് മൂത്ത മകൻ ഏബൽ നിർമ്മലമാത സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആഗ്നൽ രണ്ടാമത്തെ മകൻ നിർമ്മലമാതയിൽ തന്നെ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മൂത്ത മകള് മാഗ്ദലിൻ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നാലാമത്തെ മകൾ കാതറിൻ ഇവിടെ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അഞ്ചാമത്തെ മകൻ ജൊഹാൻ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആറാമത്തെ വാവ ആൻഡിയോ പ്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വിവാഹം 2008 ഏപ്രിൽ 20 ഏതാണ്ട് ഒരു 15 വർഷത്തോളം ആകുന്നു. വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ആയുർവേദ കോളേജിലൊക്കെ പഠിച്ചു തുടങ്ങിയ ഒരു സമയത്ത് തൊട്ട്, അതായത് 18-19 വയസ്സിലൊക്കെ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു ഒരുക്കമുണ്ടായിരുന്നു. എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിരുന്നു എൻ്റെ ജീവിത പങ്കാളി ആരാകും, അത് എങ്ങനെയാണ്, ഈ ഒരു അറേഞ്ച്ഡ് മാരേജ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള വലിയൊരു കൺസേൺ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും ഒരു അറേഞ്ച്ഡ് മാരേജിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു വ്യക്തി പോലുമായിരുന്നു. പക്ഷേ ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലൂടെയൊക്കെ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കില്ല. ഒരു ജീവിത പങ്കാളി പോലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂ എന്നുള്ളൊരു വലിയ വ്യക്തമായൊരു ബോധ്യം വന്നു. ആ ബോധ്യം കിട്ടിയതിന് ശേഷം വളരെ സമയമെടുത്തിട്ടാണെങ്കിലും ഒരുപാട് പ്രാർത്ഥനയിലൂടെ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ അല്ല കണ്ടുപിടിക്കുക, എനിക്ക് വേണ്ടി ഈശോ കണ്ടുപിടിക്കും. അതുവരെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കാനുള്ളൊരു തീരുമാനം എടുത്തു. അത് വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ചിന്തകളും ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ഞാനത് തീരുമാനം എടുത്തു. ഞാൻ അന്ന് മുതൽ ശക്തമായിട്ട് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. വളരെ എൻ്റെ മനസ്സിൽ ഞാൻ ചിത്രം കണ്ടുകൊണ്ട് തന്നെ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ആ വ്യക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടും ആ വ്യക്തിക്ക് വേണ്ടി എന്നെ സ്വയം വിശദീകരിക്കുന്നതായിട്ടും എനിക്ക് വേണ്ടി ആ വ്യക്തിയെ വിശദീകരിക്കുന്നതുമായിട്ടൊക്കെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് എന്നും പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ഏതാണ്ട് ഞാൻ 28 വയസ്സിൽ വിവാഹം കഴിക്കുമ്പോൾ 7-8 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പെയിൻഫുൾ ആയൊരു പ്രയർ ആയിരുന്നു അത്. അതിനുശേഷം വിവാഹശേഷം ഞങ്ങൾ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ഞാൻ ഏത് വർഷമാണോ ഏത് മാസമാണോ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചത്, ആ സമയങ്ങളിൽ തന്നെ എൻ്റെ പ്രിയ ആ ഒരു സമയങ്ങളിൽ തൊട്ട് എന്നും ദിവസവും വിസുർവാനിക്ക് പോകാനായിട്ട് ആരംഭിക്കുകയും വലിയൊരു ദൈവാനുഭവത്തിലേക്ക് ഇവിടെ കടന്നു വന്നതൊക്കെ ആയിട്ട് എനിക്ക് അവളോട് ഷെയർ ചെയ്യുകയുണ്ടായി. അത് തീർച്ചയായിട്ടും എന്നെ ഒരുപാട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലായ ഒരു പ്രാർത്ഥനയ്ക്ക് വലിയൊരു ശക്തിയുണ്ട് എന്ന് പറയുന്ന വലിയൊരു ബോധ്യത്തിലേക്ക് ഞങ്ങളെയൊക്കെ നയിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിനുശേഷം അതേപോലെ തന്നെ വിവാഹത്തിൻ്റെ അടുത്ത് വരുന്ന സമയങ്ങളിൽ, ഏപ്രിലായിരുന്നു ആ ഒരു സമയങ്ങളിൽ, 50 നോമ്പിന് മുമ്പായതുകൊണ്ട് തന്നെ 50 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു കൃപ കിട്ടിയൊരു 50 ദിവസങ്ങളായിരുന്നു. അതിനുശേഷം ജീവിതത്തിലേക്ക് പ്രതിസന്ധി വരുമ്പോഴൊക്കെ ഈ ഒരു വലിയൊരു കൃപ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നല്ലൊരു ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ സഹായിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, കുറച്ച് കാലം വിവാഹം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ മതി എന്നുള്ള ഒരു തീരുമാനമൊക്കെയാണ് എനിക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ പ്രിയയ്ക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു, വാവകൾ വേണം, വാവകൾ പെട്ടെന്ന് തന്നെ വേണം എന്നുള്ള വലിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ എനിക്കത് സമർപ്പിക്കാൻ പറ്റാത്തൊരു ഒരു ഏരിയ കൂടിയായിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത് എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട്. അതോടെ എൻ്റെ ജീവിത പങ്കാളി ജീവൻ വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ ഞാൻ ആരുമല്ല. അപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനം ഇതാണ്: കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നതിൽ നിന്നും അവരെ തടയരുത്.
ഇത് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരു ദൈവഹിതത്തിന് വേണ്ടി തടസ്സം നിൽക്കുകയാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, കുഞ്ഞുങ്ങൾ വരട്ടെ, ഞങ്ങളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അന്ന് എടുത്തൊരു തീരുമാനത്തിനാണ് ഞങ്ങൾ മൂത്ത മകൻ ഏബിലൊക്കെ വരുന്നത്. അത് ശരിക്കും അവൻ്റെ ജനനം വലിയൊരു സന്തോഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടായി. അവൻ്റെ ജനനത്തിലൂടെ അതുവരെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായിട്ട് വലിയൊരു സന്തോഷം കടന്നു വന്നു. അതിനുശേഷം തന്നെ രണ്ടാമത്തത്, പിന്നെ ഞാൻ ഒരിക്കലും തീരുമാനം എടുത്തിട്ടില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഇഷ്ടമല്ല. ഞാൻ പലപ്പോഴും ജീവിതത്തിൽ പലപ്പോഴും പ്രോ ലൈഫ് ട്രെയിനുകൾ മറ്റു പലരും അറ്റൻഡ് ചെയ്യണമെങ്കിലും എനിക്ക് പൊതുവെ പ്രോ ലൈഫ് രീതിയിൽ ഞാൻ അധികം പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം കുഞ്ഞുങ്ങളുടെ ഒരു സാന്നിധ്യവും അവരുടെ മുഖമൊക്കെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നതെന്ന് മനസ്സിലായി. അപ്പം അതിനുശേഷം പിന്നെ ഞാൻ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടപ്പിലാവട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറകിലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മകൻ ആഗ്നലിൽ ജനിച്ചു. പിന്നെ അങ്ങനെ എല്ലാ വർഷവും ഒന്നിടവിട്ട വർഷങ്ങളിൽ അവകളെല്ലാം നമുക്ക് ഉണ്ടായി. ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, തുടക്കകാലത്ത് ഞാൻ പഠിക്കുന്ന ഒരു സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് തുടക്കത്തിൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ കുഞ്ഞ് വരും തോറും ദൈവം വളരെ പ്രത്യേകമായിട്ട്, ഇപ്പോൾ മൂത്ത മകൻ വരുന്ന സമയത്ത് ആ മാമോദിസ കഴിഞ്ഞ് വരുമ്പോൾ വേറെ കാറ് മേടിക്കുന്നു. രണ്ടാമത്തെ മകൻ ജനിക്കുമ്പോഴേക്കും നമ്മുടെ പുതിയൊരു പറമ്പ് മേടിച്ചു. മൂന്നാമത്തെ മകൾ വരുമ്പോഴേക്കും വേറൊരു കാറ് മേടിക്കുന്നു. പിന്നെ നാലാമത്തെ മകൾ വരുമ്പോൾ സ്വന്തമായിട്ടൊരു വീട് മേടിക്കുന്നു. അപ്പോഴും ഒക്കെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അഞ്ചാമത്തെ വാവ ഇവൻ വരുമ്പോഴേക്കും എനിക്ക് പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് നല്ലൊരു ശമ്പളത്തിൽ ഇവൻ ജനിച്ച ആ ദിവസം തന്നെ, ആ പിറ്റത്തെ ദിവസം തന്നെ എനിക്ക് നല്ലൊരു ശമ്പളം ഹൈക്ക് വരുന്നു. അത് ജീവിതത്തിൽ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കിടക്കുന്നു. ആറാമത്തെ വാവ ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത പോലെ പേഷ്യൻസിൻ്റെ തിരക്ക് വരുന്നു. വലിയൊരു പ്രശസ്തി അല്ലെങ്കിൽ പേര് ദൈവം എനിക്ക് തരുന്നു. അതൊക്കെ ഇവരുടെ ജനനവുമായിട്ട് എല്ലാ ജീവിതത്തിലെ ഇൻസിഡൻസ് നോക്കുമ്പോൾ കുഞ്ഞ് ജനിച്ച് വിത്തിൻ ഒരു 1 മന്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വ്യത്യാസം കാണുന്ന അത്രയും ദൈവം ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് ഓരോ കുഞ്ഞ് വരുമ്പോഴും ദൈവം അനുഗ്രഹം കുത്തി നിറച്ച് തരുന്നത് പോലെയുള്ള ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവം ഞങ്ങൾക്കൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ തലങ്ങളിലേക്ക് വളരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങൾ വരുമ്പോഴും എല്ലാ മേഖലകളിലും ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നത് പോലെ ദൈവം കൈപ്പിടിച്ച് നടത്തുന്നത് പോലെയുള്ളൊരു അനുഭവിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഈ കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം ഇവരുടെ കൂടെ ആയിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെയും ഭാര്യയുടെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് വേറെ ആരുമില്ല, ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. ഇവരുടെ കൂടെ എപ്പോഴും ആയിരിക്കുക, ഇവരുടെ കൂടെ ടൂറ് പോവുക, ഇവരുടെ കൂടെ കളിക്കുക. ഞാൻ ആലോചിക്കുക, എനിക്ക് ജീവിതത്തിലൊക്കെ പലപ്പോഴും കല്യാണത്തിന് മുമ്പൊക്കെ വലിയ ഒറ്റപ്പെടലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒറ്റപ്പെടലില്ല. ഇപ്പോൾ ഈ ഒരു സമയത്താണെങ്കിലും വേൾഡ് കപ്പ് കാണുകയാണെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ മക്കളുണ്ട്, അവരുടെ കൂടെ ഇരുന്ന് രാത്രിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നു. വേറെ എവിടേക്കും പോകണ്ട, ഇവരുടെ കൂടെ ഒരു കമ്പനി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നു. പെൺകുട്ടികളുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടി വിളിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ. ഈ കുഞ്ഞുമക്കളെ ഇപ്പോൾ ഇവരെ കളിപ്പിക്കണമെങ്കിൽ ഇവർ ഉമ്മ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സന്തോഷം ഈ കുഞ്ഞു വാവകൾ കാണുമ്പോൾ ഉണ്ട്. ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം ഓരോ കുഞ്ഞുങ്ങളാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അധ്വാനിക്കുന്നത്. ഞാൻ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ പൈസയ്ക്കും പണത്തിനൊന്നും ഒരു പ്രാധാന്യം ഇല്ലാതെ വരുമ്പോൾ ഈ മക്കൾ തരുന്നൊരു സന്തോഷം, അത് ഒരിക്കലും നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രമാത്രം വലിയൊരു സന്തോഷം മക്കൾ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിക്കും, ഇപ്പോൾ എനിക്ക് വേറെ ട്രെയിനിങ് ഒന്നും വേണ്ട, ഇത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഈ മക്കൾ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ദൈവം ഒരിക്കലും കൈവിടില്ല. മക്കൾ വന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ദാരിദ്ര്യത്തിന് ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ ഓരോ കുഞ്ഞു മാവ് വരുമ്പോഴും അവർക്ക് വേണ്ടതെല്ലാം നിറച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള എല്ലാ ദൈവം നമുക്ക് പലരിലൂടെയായിട്ട് തരുന്നുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം ഇപ്പം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. പ്രോ ലൈഫിൻ്റെ പ്രോഗ്രാമുകൾ ഞാൻ ജീസസ് യൂത്തിൽ വന്നതിന് ശേഷം ഞാൻ പല പ്രോഗ്രാമുകളിൽ പോയപ്പോൾ ഞാൻ എൽവിസേറിൻ്റെ ഫാമിലി, അന്നൊക്കെ പിള്ളേരൊക്കെ വളരെ ചെറുതാണ്. അപ്പോൾ ഞാൻ അവിടെ എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ എനിക്ക് ചെറുപ്പം പോലെ കുട്ടികളെ ഇഷ്ടമാണ്. എൻ്റെ പേപ്പന്മാരെ മക്കളെയൊക്കെ എടുത്തുകൊണ്ട് നടക്കലും അങ്ങനെ. എനിക്ക് മക്കളോട് അത് എന്നാന്ന് അറിയത്തില്ല, ദൈവം അത് ചെറുപ്പം മുതൽ ഇത്ര മക്കളെ പ്രസവിക്കാനുള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ചെറുപ്പം പോലെ ആ ഒരു കുഞ്ഞുങ്ങളെ എനിക്ക് ഇഷ്ടമായിരുന്നു. അവരെടുത്തുകൊണ്ട് നടക്കാനും ചെറിയ പൊടിക്കുഞ്ഞുങ്ങളെ വരെ ഞാൻ എടുത്ത് നടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് അതുകൊണ്ട് ജീസസ് യൂത്തിലെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ഇവരുടെ ഫാമിലി ഷെയറിങ്ങും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് കൊള്ളാലോ. ഞാൻ ഇങ്ങനെ ഒരു കുടുംബം ഞാൻ കണ്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ 2 പേരാണ്. പിന്നെ എൻ്റെ വീട്ടിലെ ബന്ധുക്കളിലൊന്നും ആർക്കും ഇത്രയും മക്കളൊന്നുമില്ല, എല്ലാവരും ജോലിക്കാർ, അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മക്കളെ കണ്ടപ്പോൾ എന്തോ ഒരു രസം, ഇതിലൊരു ഇഷ്ടം എനിക്ക് തോന്നി. ഇത് അവർ പ്രൈസ് ചെയ്യുന്നു, അവർ ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അത് തന്നെ ആ ഒരു പിക്ചർ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് അതുപോലത്തെ ഒരു ഫാമിലി വേണം എന്ന് ഞാനങ്ങനെ
ആഗ്രഹിച്ച് ആക്കിയത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മക്കളെ നോക്കാൻ സമയമില്ല, രണ്ടുപേരും ജോലിക്കാരാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് മക്കളെ നോക്കാൻ സമയമില്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറുവശം എന്ന് പറയുന്നത് രണ്ടുപേർക്കും ജോലിക്ക് പോകേണ്ടി വരുന്നു, സാമ്പത്തികമായിട്ടുള്ള ഒരു അഭിവൃദ്ധിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സമയത്ത് മൂത്ത 2 മക്കൾ ജനിക്കുന്ന സമയത്ത് ഞാൻ MD പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അതേസമയം പ്രിയയും ഹൗസ് റെൻസി കഴിയുന്നുണ്ടായിരുന്നുള്ള ഒരു സമയത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ തന്നെയാണ് പോകുന്നത്. ആ സമയങ്ങളിൽ കുഞ്ഞുമക്കൾ ജനിക്കുന്നു. ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ പഠിക്കുന്ന ഒരു സമയത്ത് കിട്ടുന്ന ഒരു സ്റ്റൈഫൻഡോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഗവൺമെൻറ് സർവീസിലായിരുന്നു എപ്പോഴും കിട്ടുന്ന കുറച്ച് വരുമാനം കൊണ്ടൊക്കെ തന്നെയാണ് ജീവിച്ചിരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യ ജോലിക്ക് പോകുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒരു ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ഒരു സഹായകമാകുമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ നോക്കിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ ഒരു ദാരിദ്ര്യ രൂപയിലൂടെ കടന്നു പോകാൻ തന്നെയാണ്. ആ ഒരു സമയത്ത് പോയാൽ ഞങ്ങളുടെ മക്കൾക്ക്, എൻ്റെ പ്രത്യേകിച്ച് മക്കളെ നോക്കുന്നതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വരുന്നത് എൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ്. അവൾ തന്നെയാണ് അവളുടെ കരിയർ വേണ്ട എന്ന് വെച്ചതുകൊണ്ട് മക്കളെ നോക്കാനൊക്കെ ആയിട്ട് അവൾ സമയം ചെലവഴിച്ചു. പക്ഷേ ആ ഒരു സമയത്ത് കഞ്ഞി കുടിക്കുക എന്ന് പറയുന്ന ഒരു ബേസിക് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളൂ. വേറെ വലിയ സേവിങ്സിനൊന്നും നിന്നിട്ടില്ല. ദൈവം തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും എന്ന് പറയുന്ന ഒരു ബോധ്യത്തിലായിരുന്നു ഞാനും വൈഫൊക്കെ പോയിരുന്നത്. അതിനുശേഷം എനിക്കൊരു 6 മക്കൾ വരുന്നത് വരെ, ജനിക്കുന്നത് വരെ ഞാൻ തന്നെയാണ് ഏൺ ചെയ്തിരുന്നത്. അതിലും വലിയൊരു വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം നമ്മളെ സാമ്പത്തികമായിട്ടൊക്കെ അനുഗ്രഹിച്ചു. 6 മക്കൾക്ക് ജനിച്ചതിന് ശേഷം അതുവരെ പ്രിയ പുറത്ത് ജോലിക്ക് പോയിട്ടില്ല. ഡോക്ടറാണെങ്കിൽ പോലും അവളുടെ കരിയർ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. അതിനുശേഷം 6 മക്കൾ ജനിച്ചതിന് ശേഷമാണ് പ്രിയയ്ക്ക് ഒരു MD പഠിക്കാൻ ഒരു അവസരം കിട്ടുന്നു. MD പഠിക്കുന്നു. MD പാസ്സായി. ഇനിയും ഞങ്ങൾക്ക് കരിയറിലേക്ക് ഇപ്പം MD കഴിഞ്ഞ നിലയ്ക്ക് തന്നെ പൂർണ്ണമായിട്ടും കോളേജിൽ പഠിപ്പിക്കാനൊക്കെ പോകാം. പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ തീരുമാനം മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇന്ന് അമ്മമാർ നോക്കാനില്ലാത്ത മക്കൾ അധികമായിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും എന്നുള്ള ഒരു തീരുമാനം തന്നെ. പക്ഷെ ഞാൻ കാലത്ത് മുതൽ വൈകിട്ട് വരെ അധ്വാനിക്കുന്നു. എൻ്റെ ഭാര്യ വീട്ടിലിരുന്ന് മക്കളെ നോക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഇപ്പോൾ MD കഴിഞ്ഞു. ഈ ഒരു സമയങ്ങളിൽ ഇനി വൈഫും പ്രിയയും കൂടി ജോലിക്ക് പോകുന്നു. അതും ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഉച്ച വരെയുള്ള സമയം. മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ തിരിച്ചു വരുന്നു. മക്കൾ സ്കൂളിൽ വിട്ടതിന് ശേഷം ജോലിക്ക് പോകുന്നു. എന്നിട്ടുള്ള ഒരു സാമ്പത്തിക ലാഭം മതി, സുരക്ഷിതത്വം മതി എന്നുള്ളൊരു തീരുമാനത്തിലൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരാൾ മക്കൾക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഒരാൾ കഠിനമായിട്ട് അധ്വാനിക്കുന്നു. ഇങ്ങനത്തെ രീതിയിൽ പോവുക. അതേസമയം തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വലുതായി കഴിഞ്ഞാൽ 2 പേർക്കും ജോലിക്ക് പോകാം. അതും കുഞ്ഞുങ്ങളെ നോക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അവരുടെ ജീവിതത്തിൽ, അവരുടെ പഠനത്തിൽ, അവരുടെ ആധ്യാത്മികതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾക്ക് അപ്പനും അമ്മയില്ലാതെ മക്കൾ കയറി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയൊരു വേദനയുണ്ട്, വലിയൊരു ശൂന്യതയുണ്ട് ഒരു ഭവനത്തിലേക്ക് കയറി വരുമ്പോൾ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കെല്ലാം അറിയാം, മാധ്യമങ്ങളിലൂടെ ഈവിൾ സ്പിരിറ്റ് വന്ന് നമ്മുടെ കുഞ്ഞുമക്കളേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്ര സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവർ സ്നേഹം തേടി മക്കൾ പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ എല്ലാ ഭവനങ്ങളും ഉണ്ട്. 2 പേരും നമ്മൾ ഒരുമിച്ച് ജോലിക്ക് പോകുമ്പോൾ ആ കുടുംബത്തിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ജീവിക്കാനുള്ള ദൈവം തരും എന്നുള്ള വലിയൊരു അടിസ്ഥാന ബോധ്യം തന്നെയാണ് നമുക്കൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. വരുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഈ ഞായറാഴ്ചകളിൽ ഞങ്ങൾ പഠിക്കുന്നില്ല, ഒരു സാബത്ത് ആചരിക്കുകയാണ്. ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾ അപ്പനും മക്കളും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്നു, എവിടേക്കെങ്കിലും ചെറിയ 1 ഡേ ട്രിപ്പ് പോകുന്നു, ജ്യൂസ് കുടിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള പുറമെ ബന്ധുവീടുകളിലേക്ക് പോകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഫെലോഷിപ്പ്. ഞായറാഴ്ച ദിവസം പൂർണ്ണമായിട്ട് ഞാനും എൻ്റെ ഔദ്യോഗിക തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് ഒരു കോൺഫറൻസിനും പോകുന്നില്ല, രോഗികളെ നോക്കുന്നില്ല. ഈ ഒരു ദിവസം പൂർണ്ണമായിട്ടും മക്കൾക്ക് വേണ്ടിയും ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിലൂടെ ഒരാഴ്ചത്തെ വേദനകളും വിഷമങ്ങളൊക്കെ ഞങ്ങൾക്ക് ഞായറാഴ്ച മറക്കാൻ സാധിക്കുന്നു. വീണ്ടും കൂടുതൽ ശക്തിയോടുകൂടി തിങ്കളാഴ്ച മുതൽ പഠനത്തിൻ്റെ മേഖലയിലേക്ക് മക്കൾ തിരിയുന്നു, ഞങ്ങൾക്ക് ജോലിയിലേക്ക് തിരിയുന്നു. അപ്പം അങ്ങനെ ഒരു സാബത്ത് ദിവസം ദൈവം നൽകിയിട്ടുള്ളത് ഈശോയുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് മാറ്റി വയ്ക്കുന്നതിലൂടെ ഒരു മക്കളെ നോക്കാനും അവരെ കേൾക്കാൻ പിന്നെ ഒക്കെ ഒരു സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത്രയും മക്കളെല്ലാവരും ചെറിയ 1 വയസ്സ് 2 വയസ്സ് ഗ്യാപ്പിലാണ് വന്നേക്കണേ. അപ്പോൾ ഇവരെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തിയെന്ന് വെച്ചാൽ എല്ലാവരും ഒരു പായൊക്കെ വിരിച്ചങ്ങ് ഞാൻ നടുക്കിരിക്കും, വട്ടത്തിൽ ഇങ്ങനെ എല്ലാവരും ഇരുത്തി കാരണം എൻ്റെ ഏബിളിന് മൂത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ 4ാമത്തെ ആളെ എനിക്ക് പഠിപ്പിക്കണമായിരുന്നു.
അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ ഓരോരുത്തരെ ഇരുത്തി അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവരെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി, എങ്ങനെ ഇതിൽ നിന്ന് ഈ ഒരു ഇത് കുറയ്ക്കാന്നുള്ളത്. അപ്പോൾ വചനം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ശാന്തത കിട്ടി, കുട്ടികൾക്കൊരു സമാധാനം. അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവരിൽ ജ്ഞാനം കുറച്ചുകൂടെ നിറയുന്നതായിട്ട് തോന്നി. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇവരെ പഠിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇരുത്തി കൊന്ത ചെല്ലിപ്പിക്കും. ഞങ്ങൾ വട്ടത്തിലിരുന്ന് നമ്മൾ പ്രയർ ഗ്രൂപ്പൊക്കെ കൂടുന്ന പോലെ വട്ടത്തിലിരുന്ന് കൊന്ത ചെല്ലും. അപ്പോൾ കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ അതുവരെ നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. വീട്ടിലെ ഭയങ്കര ഒരു ബാലൻസിങ് വരും. അത് അപ്പനും അമ്മയും തമ്മിലായാലും, ഇപ്പോൾ മൂത്ത മോനൊക്കെ അഡോളസെന്റിലേക്ക് അതിൽ ഒരു വളർച്ചയിലേക്ക് വേറെ അടുത്ത ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. പക്ഷെ അപ്പോൾ അപ്പനും അമ്മയും തമ്മിലുള്ള ഒരു സംഘർഷങ്ങളോ അങ്ങനത്തെ ഇതുകളൊന്നുമില്ല. വളരെ ഇതായിട്ട് സ്മൂത്തായിട്ട് ദൈവം കൊണ്ടുപോകും. നമ്മൾ കൊന്ത ചൊല്ലി കഴിഞ്ഞ് പഠിച്ചു തുടങ്ങുമ്പോൾ എനിക്കധികം സ്ട്രെയിൻ ഇല്ല. അവർ തന്നെ പഠിച്ചു തുടങ്ങി. പിന്നെ ചെറിയ മക്കളെ ഇപ്പോൾ നോക്കിയാൽ മതി. അങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും. കുട്ടികളെ ആധ്യാത്മികതയിൽ വളർത്താനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് ഞാൻ എല്ലാവരുടെയും ഓരോ ധ്യാനം കൂടാറുണ്ട് കൺസീവ് ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ പല മാറ്റങ്ങളും എന്ന് വെച്ചാൽ അവർ വിശുദ്ധിയിൽ വരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ പല മാറ്റങ്ങളും ഈ എൻ്റെ 5ാമത്തെ മോനെയൊക്കെ അവൻ്റെ കാര്യങ്ങളാണ്. ആ സമയത്ത് ഞങ്ങൾ ലോഫിൽ ഞങ്ങൾക്ക് റിട്രീറ്റ് ടീമിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ കുറേ ധ്യാനങ്ങൾ അതിന് ആളുകളെ ധ്യാനം നടത്തലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ സമയത്തായിരുന്നു ഞാൻ 5ാമത്തെ ആളെ കൺസീവ് ചെയ്തിരിക്കുന്ന സമയം. ആ സമയത്താണ് ഞാൻ ഇങ്ങനെ അണക്കര അച്ഛൻ്റെ അടുത്ത് ധ്യാനത്തിന് പോയതും അതൊക്കെ ഭയങ്കര ഒരു ദൈവാനുഭവമായിരുന്നു. പിന്നെ അവന് ഇപ്പോൾ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ കൊച്ചിനെ വയറിൽ കിടന്നിട്ട് ഭയങ്കര നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് കുതിച്ച് ചാടണ പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പിന്നെ അവനാണ് ഇപ്പോൾ എനിക്ക് അതേ സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറേ ധ്യാനങ്ങൾ നടത്തും. മുഴുവൻ ചിന്തകളും അതുപോലെ എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും അവനാണ് ഇപ്പോൾ ഞങ്ങൾ അച്ഛനാവണം, എനിക്ക് അച്ഛനാവണം എന്ന് പറയുന്ന ഒരു ഇത്. അപ്പോൾ ഗർഭാവസ്ഥ തൊട്ട് കുഞ്ഞുങ്ങളെ അങ്ങനെ അപ്പോൾ ഓരോ കുഞ്ഞിൻ്റെയും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ധ്യാനത്തിന് പോകാനും അങ്ങനെ ഒരാഴ്ച പൂർണ്ണമായിട്ട് അവർക്ക് ഈശോനെ കിട്ടാനായിട്ട് അങ്ങനെ പരിശ്രമിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മാധ്യമങ്ങൾ വലിയ കാര്യമായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളൊരു മൂത്ത മകനും 2ാമത്തെ മകനൊക്കെ ഉണ്ടായി. ആദ്യത്തെ 2-3 വർഷങ്ങളൊക്കെ TV ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും ടിവിയുടെ മുമ്പിലിരിക്കുക. ഞാനും ഭാര്യയാണെങ്കിലും സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, മക്കളും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ഒരു കാര്യം, മക്കളുടെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത പല രംഗങ്ങളും വരുമ്പോൾ അവരത് കണ്ടുകൊണ്ടിരിക്കുക. ഞങ്ങളും ഒക്കെ അങ്ങനെ അത് മക്കളുടെ ആധ്യാത്മികതയെ വലിയ കാര്യമായിട്ട് ഒക്കെ ബാധിക്കുന്നു. അല്ലെങ്കിൽ കൂടുതൽ സമയം കാർട്ടൂണുകളിലേക്കൊക്കെ പോകുന്നത് അവരെ പഠനത്തെ ബാധിക്കുന്നു, സ്പിരിച്വാലിറ്റിയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേദനയോട് കൂടിയാണെങ്കിൽ ഞങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് TV കാണാം അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് വേദനയോടൊരു തീരുമാനം എടുത്തു. ഇനി മുതൽ നമ്മൾ TV കാണുന്നില്ല എന്നുള്ളൊരു തീരുമാനം. അത് വലിയൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കളിലൊക്കെ ഒരു നിഷ്കളങ്കത കൊടുക്കാൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും വാച്ച് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്, TV ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കാണുന്നു എന്നുള്ളത്. അത് പലപ്പോഴും അങ്ങനത്തെ ഒരു കാര്യം. പലപ്പോഴും ഒരു മൊബൈലൊക്കെ ഉണ്ട്, മൊബൈലൊക്കെ ആണെങ്കിലും അവർക്ക് അവർ കാർട്ടൂണുകളൊക്കെ കാണുന്നു. അവർ ഏത് കാർട്ടൂണുകൾ കാണുന്നു എന്നുള്ളത് ഞാനും എൻ്റെ ഭാര്യയും തീർച്ചയായിട്ടും വാച്ച് ചെയ്യുന്നുണ്ട്. ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏതാണ് ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കാണുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെ. അപ്പോൾ ഇവർ തന്നെ അത് വരുമ്പോൾ ഇതൊരു ദൈവികമല്ല എന്ന് തോന്നുമ്പോൾ ഇവർ അപ്പം തന്നെ അത് മാറ്റുന്നു. ഇവർ തന്നെ പിന്നെ 6 മക്കളുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ചായിരിക്കും ഒരു മൊബൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരുമിച്ച് കാണുന്നത്. അപ്പോൾ അപ്രോപ്രിയേറ്റ് അല്ലാത്തത് വരുമ്പോൾ അവർ തന്നെ അത് സ്കിപ്പ് ചെയ്യുന്നു. അവർക്കറിയാം ഇത് പൊട്ടയാണ് എന്നൊക്കെ പറഞ്ഞ് കാണാതിരിക്കാൻ. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സംരക്ഷണം മക്കൾ തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒരുമിച്ചിരുന്ന് കാണുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്നവർ കാണുന്നുള്ളൂ.
വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഒരു 9-9:30 ആ സമയത്താണ് നമ്മൾ നടത്താറ്. അപ്പോൾ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ രഹസ്യങ്ങൾ ചൊല്ലൽ, അങ്ങനെ രീതിയിൽ രഹസ്യങ്ങൾ ചൊല്ലുക. അത് കഴിഞ്ഞപ്പോൾ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഇതുണ്ട്. ഓരോരുത്തർക്ക് അന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ആദ്യം ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ, അത് കഴിഞ്ഞിട്ട് മക്കളെല്ലാവരും. അപ്പോൾ ഒരു നന്ദി പറയുന്ന ഒരു ശീലം കുട്ടികൾക്ക്, അതവരിൽ എന്ത് പറഞ്ഞാലും ഒരു നന്ദി പറയുന്ന ഒരു ശീലം അവർക്ക് കിട്ടാറുണ്ട്. അത് ഓരോ കാര്യത്തിനും. അമ്മ എനിക്ക് നന്നായിട്ട് ഇന്ന് പാടാൻ സാധിച്ചു, ഈശോയെ നന്ദി, അങ്ങനെ ഒരു പറയുന്ന ഒരു ഇത്. പിന്നെ ചെറിയ പിള്ളേരെയായാലും നമ്മൾ സ്തുതിപ്പിക്കുമ്പോൾ യേശുവേ നന്ദി, യേശുവേ സ്തുതി ഒന്ന് പറഞ്ഞേ നീ. ഞാൻ കഴിഞ്ഞ ദിവസം കൊന്ത ചൊല്ലിപ്പോൾ പറയും മക്കളെ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതൊക്കെ നമ്മൾ പറഞ്ഞ് തന്നെ അവരിലേക്ക് ആ ഒരു ധ്യാനത്തിൻ്റെ ഒരു സമയത്തോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ വലുതായി പണ്ട് ഞാൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഇതൊക്കെ നമ്മളൊരു ധ്യാനത്തിന് കൂടുമ്പോഴോ അതിലപ്പുറം നമ്മളൊരു വീട്ടിൽ ഒന്ന് കിട്ടണം അവർക്ക്. അത് നാവ് അതിന് വഴങ്ങാൻ അവർക്ക് അത് ആദ്യം ഭയങ്കര മടിയായിരുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അപ്പോൾ പറഞ്ഞിപ്പോൾ ഇളയ മോനും 5ാമത്തവനും അവനൊക്കെ അങ്ങനെ അതങ്ങനെ പറഞ്ഞ് അങ്ങനെ ശീലിച്ചു. പിന്നെ അത് കഴിയുമ്പോൾ കുടുംബ പ്രാർത്ഥന, പിന്നെ എല്ലാവരെയും ഹസ്ബൻഡ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ ഞങ്ങൾ പണ്ട് കൗൺസിലിങ്ങിന് പോയപ്പോൾ ഒരു സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഇവർ സ്തുതി തരുമ്പോൾ ഞങ്ങൾ ഉമ്മ കൊടുക്കും. അപ്പോൾ ഒരുപാട് അനുഗ്രഹം ആ സമയത്ത് ദൈവം അവരിലേക്ക് ചൊരിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊരിക്കലും മുടക്കരുത്. അപ്പോൾ അപ്പൻ്റെ ആ ഒരു അനുഗ്രഹത്തിന്, തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതിന് ഭയങ്കര ഒരു ശക്തി അവരിലേക്ക്, അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ അവസാനിപ്പിക്കാറ്. ഈ ഒരു ക്രിസ്മസ് കാലത്ത് എനിക്ക് നമ്മുടെ തിരുക്കുടുംബത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒരു വലിയൊരു കുടുംബം, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനം നമുക്ക് ഭവനങ്ങളിലും അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വലിയൊരു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ഞാനൊന്ന് മനസ്സിലാക്കുന്നത്, ഈ മക്കളുടെ വളർന്നു വലുതാവുമ്പോൾ ഒത്തിരി സന്തോഷം കൊണ്ടൊക്കെ ഞങ്ങൾ നിറയ്ക്കുന്നുണ്ട്. മക്കൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ഈ കുഞ്ഞുവാവുകൾ പോലെ അവരെ ചിരികളും ഉമ്മ വയ്ക്കാൻ പറ്റുന്നതും, ലോകത്തിൽ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വെട്ടിപ്പിടിക്കാനൊന്നുമില്ല. നമുക്ക് സന്തോഷിക്കാൻ നമ്മുടെ കൂടെയുള്ള ഭാര്യയും മക്കളൊക്കെ തന്നെയാണ് ജീവിതാവസാനം വരെയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവരുടെ കൂടെ അതിനേക്കാൾ വലിയ ആനന്ദമില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടെങ്കിൽ, മറ്റൊന്നിനും ഫോക്കസ് കൊടുക്കാതെ മക്കളിൽ അല്ലെങ്കിൽ ജീവിത പങ്കാളിയിലൊക്കെ ഫോക്കസ് ചെയ്യാം. അവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഓരോരുത്തരും ജീവിത പങ്കാളികൾ ആരംഭിക്കുമ്പോൾ ആ കുടുംബം സ്വർഗമായിട്ട് മാറുന്നു. മറ്റൊന്നിനും നമുക്ക് ഈ ഒരു സന്തോഷം തരാനായിട്ട് സാധിക്കില്ല. മറ്റു പലതിൻ്റെയും ജീവിത വ്യഗ്രതകളിൽ അടിമപ്പെട്ടുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ പണസമ്പാദനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുടെ പുറകിൽ നമ്മൾ ഓടിപ്പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ അവസാനം ഒരു ശൂന്യതയാണ് അതെല്ലാം കഴിയുമ്പോൾ. പക്ഷെ ഒരിക്കലും ശൂന്യത തരാത്ത നമ്മുടെ മനസ്സിന് എപ്പോഴും ഒരു കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മളൊക്കെ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു വലിയൊരു ലഹരി, ഒരു സ്നേഹത്തിന്റെ ലഹരി ആ കുടുംബത്തിൽ നൽകിയതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക്. ഈശോയുടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മളൊന്നും ചെയ്തില്ല, നമ്മുടെ ഒരു ഇഷ്ടമൊന്നും ലോകം ചിന്തിക്കുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു പേഴ്സണലി ഞാനൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതൊക്കെ. കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ മക്കളെ കുറിച്ച് 1-2 മതി എന്നൊക്കെയായിരുന്നു എൻ്റെ തുടക്കത്തിൽ. പക്ഷെ ഈശോയുടെ വചനം അനുസരിക്കാൻ പറഞ്ഞു. ഈശോ പറഞ്ഞു മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, ഉദരഫലം ഒരു അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു. ഈ ദാനം സ്വീകരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞപ്പോൾ, ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ജീവിതത്തിൽ വലിയൊരു ആനന്ദം, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു സന്തോഷം എനിക്ക് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. അത് വേറെ ഒന്നിനെ കുറിച്ചുമല്ല, എൻ്റെ മക്കളെ കുറിച്ചും എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ചൊക്കെ തന്നെയാണ്. ഓരോ കുഞ്ഞും ഓരോ സമ്മാനമാണ്, ദൈവം തരുന്ന സമ്മാനം. അത് സ്വീകരിക്കുന്നത് മാതാപിതാക്കളായ നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോ കുഞ്ഞിനെ കുറിച്ച് ആ സമ്മാനം തരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ സമ്മാനത്തിന്റെ പർപ്പസ് എന്താണെന്നോ, ആ ഭൂമിയിലേക്ക് അവൻ എന്തിനയച്ചു, അവൻ എന്തായി തീരണമെന്നോ കർത്താവ് പറയുന്നു, വചനം പറയുന്നു, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി. അപ്പോൾ വളർത്തുന്നത് ശരിക്കും മാതാപിതാക്കളല്ല, അത് ദൈവം തന്നെയാണ് അത് നിർവഹിക്കുന്നത്. നമ്മളതിനൊരു വളവും വെള്ളവും വെളിച്ചമൊക്കെ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ ആ സാഹചര്യം തമ്പുരാനെ കണ്ടെത്താനും അവനെ ദൈവത്തിലേക്ക് വളർത്താനും ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമേ മാതാപിതാക്കൾക്കുള്ളൂ. വളർത്തുന്നവൻ ദൈവം തന്നെയാണ്. അപ്പോൾ ആ ഒരു എല്ലാ മക്കളെയും ഇന്നത്തെ ഒരു ഇതനുസരിച്ച് ഡോക്ടറാക്കുക, എൻജിനീയറാക്കുക എന്നതിലും അപ്പുറം എൻ്റെ ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മിഷണറി ആയിട്ട് മാറണം എന്ന് ഓരോ മാതാപിതാക്കളും ഓരോ മക്കളെക്കുറിച്ച് സ്വപ്നം കാണണം.
മിന്നി പോലെ മിന്നിത്താരമിങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മണ്ണാ പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടിമുറങ്ങട്ടെ.